ഒരു ഗ്ലാസ് കാപ്പി വെച്ചട്ടെ. കാപ്പിയാ ആ നിങ്ങൾ വെച്ചിട്ടില്ല? ഞാനാണ് പണിക്ക് പോകുമ്പോൾ അപ്പം ഒന്നും കഴിയുന്നില്ല. ആ സൂചി വെച്ചിട്ട് കൈ അണക്കിക്കൂടാ, ഇങ്ങനെ പൊട്ടിക്കാനൊന്നും കഴിയുന്നില്ല. കൈ അതിങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നിക്ക് കൈ പൊന്തിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ കഴിയും. ഒരു 2 ഗ്ലാസ് വെള്ളം വെക്കാൻ എന്നാ കഴിക്കുന്ന കൈ ഞാൻ ശരിക്കും പറയുന്ന അങ്ങനെ അവർ കുത്തിയങ്ങ് ഇതാക്കും. ഞങ്ങൾക്ക് കൈ ഒറ്റ കൂടി അണക്കാൻ പറ്റുന്നില്ല. തടുകയും ചെയ്തുപോലെ ഒന്നും ചെയ്യുകയും ചെയ്തതുപോലെ കൈ ഇങ്ങനെ ആക്കാനായി ഇങ്ങനെ പോകുന്നില്ല. ആ കൊതുകൻ്റെ പയ്യന്നെ വന്നേന്. ഇങ്ങനെ നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? അന്നേരം ഒരു ആശ്വാസം കിട്ടുന്നില്ല. ഒരാരെങ്കിലും രണ്ടാളൊക്കെ കിട്ടി വർത്താനം പറയുമ്പോൾ. ഇനി ഒരു ഗ്ലാസ് വെക്കപ്പോൾ മറ്റേ എപ്പം വെക്കുന്നത് നിങ്ങൾക്ക് ഇന്നെന്നാന്നപ്പോഴേക്ക് എപ്പോൾ ഞാൻ തന്നെ ഇല്ലേ വെക്കല്? അതിന് ഈ വീട് വണ്ണം വെപ്പിക്കണ്ടേ? അത് കഴിയാതുകൊണ്ടല്ലേ പറയുന്നത്. എന്നാണ് 2 ഗ്ലാസ് കുറയൊന്നും വെക്കണ്ടല്ലോ. 2 ഗ്ലാസ് വെള്ളം വെക്കാനാണ് ഇത് പറയുന്നത് നിങ്ങൾ. ചോറും കറിയും എല്ലാം ആക്കി. പിന്നെ ആണുങ്ങൾ എന്ന് പറയുന്നു പണിയൊന്നുമില്ലല്ലോ. അന്നേരം പിന്നെ ആക്കുന്നതിനാന്ന് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആണുങ്ങളും പെണ്ണും രാവിലെ തന്നെ ജോലിക്ക് പോകുന്നവർ രണ്ടാളും രാവിലെ ഉച്ചയ്ക്ക് 2 എണീറ്റ് ഒരാളെ നിൽക്കുമ്പോൾ ഒരാൾ മറ്റേ. അപ്പം ഞാൻ എടുത്തതെല്ലാം വെറുതെ അല്ലേ? അതല്ല എടുത്തിട്ടില്ല എന്ന് പറയുന്നില്ല. എടുത്ത് എനിക്ക് കുറ്റം പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. ഇങ്ങനെ ഞാനതെടുത്തു. രാത്രി കിടക്കുമ്പോൾ താത്താ പോരെ ഇത്? അത് അടുപ്പ് തീ പൊന്തിക്കുമ്പോൾ ഗ്യാസ് ഊറ്റി താഴ്ത്ത് നോക്കണം. അടുപ്പിൻ്റെ അടുത്തല്ലേ ഉള്ളു. തീരാനായി അന്നേരം അതിന് കുഴപ്പമൊന്നുമില്ല. അത് തീർന്നില്ല പോലും. ഗ്യാസ് ഊറ്റി എടുക്കുന്ന അടുപ്പിൽ നിന്ന് കത്തിക്കുമ്പോൾ എപ്പോൾ താഴ്ത്ത് നോക്കണം. തീപ്പൊരി തെറിച്ചാലും മതി. നീ കേൾക്കുന്നില്ലേ? അപ്പുറം ഇപ്പുറവും കേൾക്കുന്നുണ്ട്. പിന്നെ അതാ വിധിയെന്ന് പിന്നെ അങ്ങനെ സഹിച്ചോളൂന്നല്ല. വെല്ലം ഇട്ടോ? വെല്ലാടുണ്ട്. കാപ്പി വെച്ചു. പല്ലില്ലാതെ എനിക്ക് മുറുക്കോണ്ട് തിന്നോ, നല്ലോണം തിന്നോ. പിന്നെ നിങ്ങൾക്ക് പറ്റുന്നത് എന്നാണ്? ആ നല്ല മധുരമുള്ള ബിസ്ക്കറ്റൊന്നും കിട്ടിയിട്ടില്ല. ബിസ്ക്കറ്റ് ഇപ്പം ഇതാക്കാൻ കഴിയാ. കാപ്പിപ്പൊടി നല്ല ബിസ്ക്കറ്റ്. അത് നായി വരെ തിന്നൂല ബിസ്ക്കറ്റ്. അങ്ങനത്തെ ബിസ്ക്കറ്റാണ് അത്. 50 ഉറുപ്പ്യന്. പൈസ 50 ആയിക്കോട്ടെ. അതിന് തിന്നോ കുറയും. നടക്കണ്ട പോലത്തെ ഒന്നിക്ക് മധുരം വേണം. എന്നോട് കുറ്റം പറയരുതെന്ന്. എത്ര നല്ല ബിസ്ക്കറ്റാ. 50 മധുരമില്ലാതെ നല്ല ഉപ്പും. കാമ്പ് കൊണ്ടൊന്നും വളപ്പിച്ചാടാൻ. കൂമ്പും പൊട്ടിച്ച് ഓടുന്നു. ഇനി ഇപ്പോൾ അതും വളപ്പിച്ചാടും. വെക്കൂല്ലോ. അനക്ക് മുറിച്ചിടാൻ അറിയില്ല. അതൊക്കെ ഞാൻ മുറിച്ചിടുന്നു. കാമ്പ് പിന്നെ പൈ മുറിച്ചിടേണ്ട സമയം ഇല്ലായിട്ടില്ല. അത് ഇങ്ങനെ കൊണ്ടക്കുന്നു. കുറ്റം പറയണ്ട. നാൽക്കും കൊടുത്തൂടെ? അത് കൊടുത്തിട്ട് ഒരു കഷ്ണം തന്നെയാ നിനക്കത്. ഈ നുക്കലല്ല കുറ്റം പറയുന്നത്. നുക്കല നല്ല നുക്കലിത്. 2 പല്ലാനക്കുള്ള എവിടെയാ മുക്കിയാൻ ചാക്കട്ടെ. പേടി അതാ ബിസ്ക്കറ്റ് വളർത്തി കാട്ടി നോക്കിട്ടിരുന്നോ. മുട്ട വെച്ച് നമുക്ക് ഞാൻ തിന്നു. നുറുക്കെടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നല്ലോണം പൊടിഞ്ഞ് കിട്ടും. നല്ലോണം തിന്നോ. അമ്മിമിലിട്ട് പൊടിച്ചോ? നല്ല രസമുണ്ട്. മിക്സിയിലിട്ട് പൊടിച്ചോ? അത് നിങ്ങൾക്ക് വേണ്ടിക്ക് പൊടിച്ചു തരാന്നാ പറയുന്നത്. പണ്ടെല്ലാം പണ്ട് ചേച്ചീൻ്റെ കല്യാണം കഴിച്ചിട്ട് അപ്പം നുറുക്കൊണ്ട് പോയിട്ട് നമ്മളൊരു വലിമയുണ്ട്. അമ്മയും വന്നില്ല പക്ഷെ പൊടിച്ചിട്ട് കൊടുത്താൽ നമ്മളേന്ന് അവരോട്. അതുപോലെ നല്ല പൊരിച്ചിലുണ്ട് കേട്ടോ. ഈ സാധനമൊന്നും കൊണ്ടുപോയില്ല. ഇതൊന്നും വിൽക്കാൻ കൊണ്ടുപോയിട്ടില്ല. ഇങ്ങനെ നടന്നു വെച്ചാൽ ഇതിവിടെ നിൽക്കുമല്ലോ. നാളെ കൊണ്ടുപോകണം. ആർസിഎമ്മിൻ്റെ സാധനമല്ലേ? നാളെ കൊണ്ടുപോകണിതല്ലോ. ഇതെല്ലാം നല്ല സാധനമാണ് കേട്ടോ. പക്ഷേ ഈ കൊളസ്ട്രോള് ഷുഗർ എല്ലാം ഉള്ളതിന് തിന്നാൻ വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് 500 ഉറുപ്പ്യ. പക്ഷേ ഇനി നാളെ കൊണ്ടുപോയിട്ട് കൊടുക്കണം.
കാപ്പിയെല്ലാം വെക്കുമ്പോൾ എല്ലാ പിള്ളേരെല്ലാം വേണം പല ആളെല്ലാം തൊപ്പനുണ്ടാവണം. അപ്പോൾ രണ്ടാക്കും വേണ്ടല്ലേ? ഉണ്ടാക്കുന്നുണ്ട് അവർ കുടിക്കാനൊരു സുഖം. പിള്ളേരെല്ലാം വരുമ്പോൾ ഈ ചക്കെല്ലാം വെച്ച് ആ കട്ടൻ ചായയും ചക്കയെല്ലാം തിന്നാനുണ്ടല്ല, അതൊരു വേറെ തന്നെയാണ്. എല്ലാ ആള് വേണപ്പാ. ഈ ആള് രണ്ടാളിലാകുമ്പോൾ അപ്പുറം ഇപ്പുറം ദേഷ്യമാവും. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ഇനി അവിടെ പോയി കുത്തിരുന്നു ഇവിടെ പോയി കുത്തിരുന്നു. എന്താ ഇത് വെറും കപ്പയാണ് കേട്ടാ, കട്ടൻ കപ്പ. പൂള പോലെയുണ്ട് ഇത്. ഇത് വലിയ കെട്ട് കണ്ടുകൊണ്ട് ഓൾ വാങ്ങി ചെറിയ പൈസ അല്ലേ, ഇമ്പോർട്ടിലുള്ളൂ. വേണ്ടെങ്കിൽ തിന്നണ്ട, കുറ്റം പറഞ്ഞു കൊടുക്കണ്ട. മുറുക്കാവുന്ന എനിക്ക് തട്ടിക്കണയില്ല ഇത് കൊല്ലി കുറച്ച് സാധനം. വെള്ളത്തിൽ മുക്കിയിട്ട് നുറുക്ക് തിന്നാൽ നല്ലോണം പൊതിരും. ഇതിനങ്ങനെ മുക്കി തിന്നാനാക്കുന്നു. പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളതൊന്നും വേണ്ട തന്നെ, റൊട്ടി അതാടാ അതും വേണ്ടല്ലോ. പിന്നെ അങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ മുക്കിയിട്ട് നിൽക്കും, അന്നേരം തിന്നാൽ നല്ല ഇതുണ്ട്. 10 മിനിറ്റ് ഇതിൻ്റെ അകത്ത് മുക്കി വെച്ചാൽ പിന്നെ ഈ ബിസ്ക്കറ്റ് കിട്ടുക. അങ്ങനെ മുക്കി വെക്ക്, അന്നേരം തനിയെ ഇതാവേണ്ടെന്നാ വയലിട്ട് നോക്കിയാട്ടെ. ഇപ്പം ആകുന്നില്ലേ? അങ്ങനെയാണ് തിന്നട്ടെ ബിസ്ക്കറ്റെല്ലാം. വെറും ഇതായിന്ന് പറഞ്ഞിട്ടില്ല പെണ്ണുങ്ങളെ ഇങ്ങനെ കുറ്റം പറയാനായിട്ട്.